ഇന്ന് നമ്മുടെ നാട്ടിൽ പല നേതാക്കന്മാരും പറയും, പല പാർട്ടി സംഘടനാ ചർച്ചകളിലും പറയും, പുതിയ തലമുറയൊന്നും നമ്മളെ പാർട്ടി പ്രവർത്തനത്തിൽ വരുന്നില്ല, നമ്മളെ വീട്ടിൽ നിന്ന് മക്കൾ വരുന്നില്ല, അവരൊക്കെ ഫുൾ അവരെ പഠിപ്പ് കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അതാ ചെയ്യേണ്ടത്, അതാണ് അവരുടെ സംഘടനാ പ്രവർത്തനം. നമ്മളെ മക്കൾ നന്നായി പഠിക്കുക വേണ്ടേ? നമ്മൾ പഠിച്ചിട്ട് അതിലേറ്റവും മിടുക്ക് എക്കണോമിക്സ് പഠിച്ചവനാ നമ്മൾ നാളെ ധനമന്ത്രിയാക്കും. ഏറ്റവും നല്ലോണം AI പഠിച്ചവനാ നമ്മൾ ഡിജിറ്റൽ മന്ത്രിയാക്കും. അങ്ങനെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ. ഏറ്റവും കൂടുതൽ ബസ്സിന് കല്ലെറിയുന്ന പോലെ ട്രാൻസ്പോർട്ട് മന്ത്രി അങ്ങനെ ആക്കുന്ന ഒരു കാലമായിരുന്നു. നമസ്കാരം. BJPക്ക് കേരളത്തിൽ ആദ്യമായി താമര ചിഹ്നത്തിൽ ജയിച്ചു വന്നതാണ് ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം എന്നുള്ള രീതിയിൽ പല ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്താണ് ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പ്രത്യേകത വല്ലതും ഉണ്ടോ? മനുഷ്യത്വമില്ലാത്തവരായിരിക്കണം, അതോ മുന്നിൽ നിന്ന് ചിരിച്ചു കാണിച്ചിട്ട് പിന്നിൽ നിന്ന് കാര്യങ്ങൾ നടത്താത്ത അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ഈ രാഷ്ട്രീയക്കാർക്ക്? ഈ മനുഷ്യനാകാൻ പാടില്ലാത്തവരാണോ ഈ രാഷ്ട്രീയക്കാർ? എന്താണ് ഈ ഇത്തരം അഭിപ്രായങ്ങളോട് പറയാനുള്ളത്? ഈ രാഷ്ട്രീയക്കാരെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാട് മലയാളി തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പോഴും കേരളത്തിൽ ചെഗുവേരയെ ആരാധിക്കുന്ന ചെറുപ്പക്കാരുടെ നാടാണ്. അക്രമം സംഘടിപ്പിക്കുക, അട്ടിമറി സംഘടിപ്പിക്കുക, വലിയ കഞ്ചാവ് ചുരുട്ട് വലിക്കുക, ഒളിവ് താമസിക്കുക, ബോംബുണ്ടാക്കുക, ആക്രമിക്കുക, ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതാണ് നമ്മുടെ പരമ്പരാഗതമായ ഒരു അന്ധവിശ്വാസം. അത് മാറ്റാം. അത് അങ്ങനെ ഒരു കാലത്തുണ്ടായിരുന്നു, അത് മാറ്റാൻ സമയമായി. ഈ ഹർത്താലും പിക്കറ്റിങ്ങും ഗരാവും ഒക്കെ മാറ്റി പിടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതൊരു പ്രൊഫഷണൽ യുഗത്തിലാണ്, ഒരു ഡിജിറ്റൽ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിന് പറ്റിയൊരു രാഷ്ട്രീയം ഈ മഹാഭാരതത്തിന് ഉപദേശിച്ചെന്ന ഗുരുഭൂതനായ നേതാവാണ് എൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നരേന്ദ്രമോദി എപ്പോഴും ഞങ്ങളോടെന്ന് പറയാമെന്നറിയോ? നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലി മാറ്റണം. സേവാഹി സംഘട്ടൻ എന്നാണ് അദ്ദേഹം പറയുക. സംഘടനാ പ്രവർത്തനം സേവന പ്രവർത്തനമാക്കണം. നരേന്ദ്രമോദിയുടെ സംഘടനാ പ്രവർത്തനം സേവന പ്രവർത്തനമാക്കണമെന്നുള്ള ഫത്വ കേരളത്തിൽ ആദ്യം നടപ്പിലാക്കി കാണിച്ചു തന്നത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയുടെ ഏറ്റവും നല്ല പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചാരിറ്റി പ്രവർത്തനമാണ്. അപ്പം നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലി മാറ്റേണ്ടതുണ്ട്. നരേന്ദ്രമോദി വെറുതെ പ്രസംഗിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിൽ നിങ്ങൾ നേതാക്കന്മാരെ നോക്ക്. നമ്മുടെ S. ജയശങ്കർ, അദ്ദേഹം പോസ്റ്റർ ഒട്ടിച്ചിട്ടോ മുദ്രാവാക്യം വിളിച്ചിട്ടോ പിക്കറ്റിങ്ങിൽ പങ്കെടുത്തിട്ടോ ധർണയിൽ പങ്കെടുത്തിട്ടോ പരിചയമുണ്ടോ? ലോകപ്രശസ്തനായ ഒരു ഡിപ്ലോമാറ്റായിരുന്നു. അമേരിക്കയിലെയും ചൈനയിലെയും പ്രിയപ്പെട്ട ആളായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫോറിൻ അഫയേഴ്സിൽ വിജയിച്ച മനുഷ്യനാണ്. ആ വിശ്വപൗരനെയാണ് നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ആക്കിയിരിക്കുന്നത്. അശ്വിനി വൈഷ്ണവ്, 7 തവണ ബജറ്റ് അവതരിപ്പിച്ച നിർമ്മല സീതാരാം, അവരൊന്നും ഈ പരമ്പരാഗത ശൈലി രാഷ്ട്രീയത്തിലേക്ക് വന്നവരല്ല. IIT പ്രൊഡക്റ്റും JNU പ്രൊഡക്റ്റും ഒക്കെയാണ്. ഞാൻ ഉറച്ചു പറയുന്നു, ഇന്ന് നമ്മുടെ നാട്ടിൽ പല നേതാക്കന്മാരും പറയും, പല പാർട്ടി സംഘടനാ ചർച്ചകളിലും പറയും, പുതിയ തലമുറയൊന്നും നമ്മളെ പാർട്ടി പ്രവർത്തനത്തിൽ വരുന്നില്ല, നമ്മളെ വീട്ടിൽ നിന്ന് മക്കൾ വരുന്നില്ല, അവരൊക്കെ ഫുൾ അവരെ പഠിപ്പ് കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അതാ ചെയ്യേണ്ടത്, അതാണ് അവരുടെ സംഘടനാ പ്രവർത്തനം. നമ്മളെ മക്കൾ നന്നായി പഠിക്കുക വേണ്ടേ? നമ്മൾ പഠിച്ചിട്ട് അതിലേറ്റവും മിടുക്ക് എക്കണോമിക്സ് പഠിച്ചവനാ നമ്മൾ നാളെ ധനമന്ത്രിയാക്കും. ഏറ്റവും നല്ലോണം AI പഠിച്ചവനാ നമ്മൾ ഡിജിറ്റൽ മന്ത്രിയാക്കും. അങ്ങനെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ. ഏറ്റവും കൂടുതൽ ബസ്സിന് കല്ലെറിയുന്ന പോലെ ട്രാൻസ്പോർട്ട് മന്ത്രി അങ്ങനെ ആക്കുന്ന ഒരു കാലമായിരുന്നു, ഒരു ശൈലിയായിരുന്നു നിർഭാഗ്യവശാൽ കേരളത്തിലുണ്ടായിരുന്നത്. അത് മാറ്റണം. അത് മാറ്റേണ്ടത് എങ്ങനെയാണെന്ന് ഇന്ത്യയെ പഠിപ്പിക്കുകയാണ് നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ പോലുള്ള ആളുകളെ MP ആക്കിയതിലൂടെ. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയ പ്രവർത്തനം അറിയുന്നതൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന് മാത്രമാണ് എനിക്ക് അവരോട് പറയാനുള്ളത്.